സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം തുടരുമ്പോൾ ആശമാർക്ക് പ്രതിവർഷം 12,000 രൂപ ധനസഹായം പ്രഖ്യാപിച്ച് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ. നഗരസഭാ ബജറ്റ് അവതരണത്തിൽ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസാണ് ആശാവർക്കർമാർക്ക് പ്രതിവർഷം 12,000 രൂപ നൽകുമെന്ന് അറിയിച്ചത്. അർഹതപ്പെട്ടവരിലേക്ക് എത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ പെരുന്നാളിന് നമസ്കാരത്തിന് പോകുന്നതിന് മുൻപ് കിടക്കുമ്പോൾ വയറു നിറച്ച് ഉണ്ണുന്നവൻ എത്ര വലിയ. പാലക്കാട് നഗരസഭയുടെ 2025-26 ബജറ്റ് അവതരണത്തിലാണ് ആശാവർക്കർമാർക്ക് 12,000 രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചത്. നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നാണ് ആശമാർക്ക് പ്രതിവർഷം 12,000 രൂപ നൽകുന്നത്. നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന ആശാ വർക്കർമാർക്ക് നമ്മളെ ഒരു വർഷത്തിൽ 12,000 രൂപ വെച്ചിട്ട് കൊടുക്കാനുള്ള ഒരു തീരുമാനം ഇന്നത്തെ ഈ ബഡ്ജറ്റിൽ ഉണ്ടായി എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ്. അതുപോലെ തന്നെ 126 കോടിയുടെ ബഡ്ജറ്റാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനി ഉള്ള 6 മാസം പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ തീവ്രമായ ഒരു പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ നിരാഹാര സമരം തുടരുമ്പോഴാണ് BJP ഭരിക്കുന്ന നഗരസഭയുടെ സുപ്രധാന പ്രഖ്യാപനം എന്നത് ശ്രദ്ധേയമാണ്. ഇതിനു പുറമെ 120 കോടി രൂപയുടെ മറ്റ് വികസന പദ്ധതികളും നഗരസഭ ബജറ്റിൽ പ്രഖ്യാപിച്ചു. വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരു വികസിത പാലക്കാട് കൂടി അനിവാര്യമാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ധാരാളം സംഗതികൾ പൊതുമരാമത്ത് രംഗത്ത്, അതുപോലെ ആരോഗ്യരംഗത്ത്, അതേപോലെ വിദ്യാഭ്യാസം, അതേപോലെ ഒട്ടനവധി സംഗതികൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മളിവിടെ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ബജറ്റ് അവതരണത്തിന് ശേഷം നോമ്പുതുറയും നഗരസഭ സംഘടിപ്പിച്ചു. ജനം, പാലക്കാട്.